നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജിലൂടെയിലേക്ക് സ്വാഗതം. നമ്മൾ കുറച്ച് പാറക്കല്ലുകളും മണ്ണും വേറെ കുറേ സാധനങ്ങളും ഒക്കെ ശേഖരിക്കാൻ പോവുകയാണ് കേട്ടോ. ഇയാൾ ഇത് എന്തൊക്കെയാണ് ഈ പറയുന്നതെന്നാവും ചിന്തിക്കുക അല്ലേ? വിശദമായി തന്നെ പറഞ്ഞു തരാം. ഇന്ത്യയുടെ ചാന്ദ്ര പര്യവേക്ഷണ ശ്രമങ്ങളിലെ ഒരു സുപ്രധാന ചുവടുവയ്പായി ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന, അതായത് ISRO, ചന്ദ്രനിൽ നിന്ന് മണ്ണിൻ്റെയും പാറയുടെയും സാമ്പിളുകൾ ശേഖരിക്കുക എന്ന അഭിലാഷകരമായ ദൗത്യം ആരംഭിക്കുന്നു എന്ന സുപ്രധാന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഞാൻ ഈ മിഷൻ്റെ പേര് പറഞ്ഞു തരാം. ലൂണാർ സാമ്പിൾ റിട്ടേൺ മിഷൻ, LSRM എന്നാണ് ഈ മിഷന് പേരിട്ടിരിക്കുന്നത്. ഇത് പ്രതീക്ഷിക്കുന്ന വിക്ഷേപണ തീയതി എന്നത് 2028 2023 ഓഗസ്റ്റ് 23 ISROയുടെ ചന്ദ്രയാൻ 3 ലാൻഡർ വിജയകരമായി ഇറങ്ങിയ ശിവശക്തി പോയിന്റിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിക്കുക എന്നതാണ് LSRM ലക്ഷ്യമിടുന്നത്. ചന്ദ്രന്റെ സാമ്പിളുകൾ ഭൂമിയിലേക്ക് കൊണ്ടുവരാനുള്ള ഇന്ത്യയുടെ ആദ്യ ശ്രമമായിരിക്കും ഇത്. മുമ്പ് സമാനമായ നേട്ടങ്ങൾ കൈവരിച്ച അമേരിക്ക, റഷ്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങൾക്കൊപ്പം ഇത് സ്ഥാനം പിടിക്കും. LSRMന്റെ പ്രധാന സവിശേഷതകൾ ഒന്ന് പരിശോധിക്കാം. സാമ്പിൾ ശേഖരണത്തെക്കുറിച്ചൊന്ന് പരിശോധിക്കാം. ചന്ദ്രന്റെ മണ്ണിന്റെയും പാറയുടെയും സാമ്പിളുകൾ ഉപരിതലത്തിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്നതിന് ദൗത്യം ഒരു റോബോട്ടിക് ആം സംവിധാനം ഉപയോഗിക്കും. അതായത് ഒരു റോബോട്ടിന്റെ കൈ ഉപയോഗിച്ചാകും ഇവ കളക്ട് ചെയ്യുക. മോഡുലാർ ഡിസൈൻ. ദൗത്യത്തിൽ 4 മൊഡ്യൂളുകൾ ഉൾപ്പെടുമെന്നതാണ് പുറത്തു വരുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുന്നത്. 1 ട്രാൻസ്ഫർ മൊഡ്യൂൾ, 2 ലാൻഡർ മൊഡ്യൂൾ, 3 അസെൻഡർ മൊഡ്യൂൾ, 4 റീ എൻട്രി മൊഡ്യൂൾ. ഡ്യുവൽ ലോഞ്ച് വെഹിക്കിളുകൾ. മുൻ ദൗത്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ ദൗത്യത്തിനായി 2 വ്യത്യസ്ത ലോഞ്ച് വെഹിക്കിളുകൾ ഉപയോഗിക്കാനാണ് ISRO പദ്ധതിയിടുന്നത്. ട്രാൻസ്ഫർ റീ എൻട്രി മൊഡ്യൂളുകൾക്കായി ജിയോ സിൻക്രണൈസ്ഡ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ GSLV Mark II ഉപയോഗിക്കാനാണ് പദ്ധതിയിടുന്നത്. ലാൻഡറിനും അസെൻഡർ മൊഡ്യൂളുകൾക്കുമുള്ളത് GSLV Mark III ആണ്. മുഴുവൻ പ്രവർത്തനവും ഒരു ചാന്ദ്ര ദിവസത്തിനുള്ളിൽ ഏകദേശം 14 ഭൗമ ദിനങ്ങൾക്കുള്ളിൽ പൂർത്തിയാക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു എന്നതാണ്. ഈ സമയപരിധി ചന്ദ്രയാൻ 3ക്ക് സമാനമാണ്. LSRMന്റെ വിജയകരമായ നിർവഹണം ചന്ദ്രന്റെ ഭൂമിശാസ്ത്രത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയ ധാരണ വർദ്ധിപ്പിക്കുക മാത്രമല്ല, ആഗോള ബഹിരാകാശ പര്യവേഷണത്തിലെ ഒരു പ്രധാന രാജ്യം എന്ന നിലയിൽ ഇന്ത്യയുടെ പദവി ഉറപ്പിക്കുകയും ചെയ്യും. ബഹിരാകാശ സാങ്കേതിക വിദ്യയിലും പര്യവേഷണത്തിലും അതിൻ്റെ കഴിവുകൾ വികസിപ്പിക്കാനുള്ള ISROയുടെ പ്രതിബദ്ധത ഇത് പ്രതിഫലിപ്പിക്കുന്നു. ഇന്ത്യയുടെ വിശാലമായ ബഹിരാകാശ പ്ലാനുകളുടെ ഭാഗമായി 2040 ചന്ദ്രനിൽ മനുഷ്യനെ ഇറക്കുന്നതുൾപ്പെടെ ഭാവി ദൗത്യങ്ങൾക്ക് വഴിയൊരുക്കുന്നു എന്നതാണ്. ചന്ദ്രന്റെ ചരിത്രത്തെയും ഘടനയെയും കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ നൽകാൻ കഴിയുന്ന വിലയേറിയ ഭൂമിശാസ്ത്ര സാമ്പിളുകൾ കൊണ്ടുവരാൻ ലക്ഷ്യമിട്ടുള്ള ഇസ്രോയുടെ ചാന്ദ്ര സാമ്പിൾ റിട്ടേൺ ദൗത്യം ചന്ദ്ര പര്യവേഷണത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലായി തന്നെ കണക്കാക്കേണ്ടി വരും. എന്തായാലും ഇന്ത്യ ഓരോ ദിവസവും മുന്നോട്ട് കുതിക്കുന്ന വാർത്തകളാണ് നമുക്ക് മുന്നിലേക്ക് എത്തുന്നത്. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ച് പ്രിയ പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമൻറ്റിലൂടെ.